അന്നത്തെ അധികാരി റീജന്റ് മഹാറാണിയെ കാണാൻ ഒരു ഭീമ ഹർജി, ആയിരക്കണക്കിന് സവർണർ ഒപ്പിട്ട ഭീമ ഹർജിയുമായി പോയത്. ഇന്ന് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നമ്മൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൊണ്ട് ചിന്തിക്കുക. KPCC നേതൃത്വം നൽകിയ സമരം, SNDP പൂർണ്ണമായി പങ്കാളികളായ സമരം, NSS സജീവമായി സവർണ മേധാവിത്വത്തിനെതിരെ അതിശക്തമായി അണിനിരുന്ന ഒരു സമരം. അങ്ങനെ ഒരു സമരം അതിന് മുമ്പോ അതിനുശേഷമോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് നേരവകാശികൾ കോൺഗ്രസ് മാത്രമാണ്. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് ഞങ്ങളാണ് നേതൃത്വം നൽകുന്നത് എന്ന് ചിലർ അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ സാമൂഹ്യ നവോത്ഥാന മതിലുകൾ കെട്ടുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കാനാണ് 100 വർഷം മുമ്പ് നടന്ന ഈ ചരിത്രം ഇന്നത്തെ തലമുറയ്ക്ക്, നാളത്തെ തലമുറയ്ക്ക് കൈമാറാനാണ് ഈ തരത്തിലുള്ള ഒരു വലിയ ആഘോഷ പരിപാടിക്ക് KPCC തയ്യാറായത്. ഇത് 100ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ച KPCCയെ ഞാൻ എല്ലാം ഉൾക്കൊള്ളുന്നതാണെങ്കിലും അതിന്റെ പ്രസിഡന്റിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണിത്. കാരണം നിങ്ങൾ കോൺഗ്രസ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഹിന്ദു മതത്തിന്റെ നവീകരണത്തിന്, പരിഷ്കരണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ രാജാറാം മോഹൻ റായിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, ദയാനന്ദ സരസ്വതി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, അവരിലൂടെ കടന്നു വന്ന് ഇവിടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, ആ വിവിധ ആശയധാരകൾ ഒഴുകിയെത്തി അവസാനം ഒരു കേന്ദ്ര ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു. അത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ, അതായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ജീവ ബിന്ദു എന്നുള്ള കാര്യം മാത്രം ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വൈക്കം സത്യാഗ്രഹ ജൂബിലി ആഘോഷങ്ങളിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ ജനാധിപത്യവും മതേതരത്വവും ഇന്നതിന്റെ മരണമണി മുഴക്കൽ കേൾക്കുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അയോഗ്യത പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം ഇന്ത്യയുടെ മതേതരത്വത്തെ തകർത്ത് ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള BJPയുടെയും സംഘപരിവാറിന്റെയും ശ്രമങ്ങളുടെ മുമ്പിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളുന്ന ഊർജവും ആവേശവും ഉൾക്കൊണ്ട് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വെല്ലുവിളി നേരിടാൻ, അതിജീവിക്കാനുള്ള ശക്തമായ പോരാട്ടത്തിന് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തിൽ നമുക്ക് വൈക്കം സത്യാഗ്രഹ ചരിത്രം നൽകുന്ന സന്ദേശം എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ആദരണീയനായ മുൻ KPCC പ്രസിഡന്റ്, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവറുകൾ. പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശേഷം ആദ്യമായി കേരളം സന്ദർശിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ മല്ലികാർജുന ഖാർഗെജി, വേദിയിലെ സമുന്നതരായ നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിന് 100ാം വർഷം ആഘോഷിക്കാനാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇതിന്റെ 75ാം വാർഷികത്തിൽ പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് സോണിയാഗാന്ധി വൈക്കത്ത് വന്നത് ഞാൻ ഓർക്കുന്നു. സദ്ഭാവന യാത്രയുമായി പ്രിയങ്കരനായ നമ്മുടെ നേതാവ് രാജീവ് ഗാന്ധി ഇവിടെ വന്നത് ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ രാഷ്ട്രപിതാവ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് വൈക്കം സത്യാഗ്രഹ വേളയിലായിരുന്നു. വൈക്കത്തെ കാട്ടിക്കുന്നിൽ വന്നിറങ്ങിയ ഗാന്ധിജി അധികാരി വർഗത്തോടും ജന്മിബൂർഷ വ്യക്താക്കളോടും ഇവിടെ വെച്ച് സംസാരിച്ച് ഈ സമരത്തെ അന്തിമ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടതാണ്. ഒരു സമരം, ആ സമരത്തിന് വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും എത്തിച്ച
ഗാന്ധിജിയുടെ സന്ദർശനമായിരുന്നു നമ്മൾ അവിടെ ഈ വൈക്കത്ത് കണ്ടത്. 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന അസമത്വത്തിനും ജാതീയതയ്ക്കും മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനാട് സമ്മേളനത്തിൽ വെച്ചാണ് ഐത്തോച്ചാടന പ്രമേയം 33 വയസ്സ് മാത്രം പ്രായമുള്ള TK മാധവനെ കൊണ്ട് ഗാന്ധിജി അവതരിപ്പിച്ചത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന TK മാധവൻ തിരുനെൽവേലിയിൽ ചെന്നുകൊണ്ടാണ് ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതിക്കാരും കേരളത്തിൽ നേരിടുന്ന ഗുരുതരമായ അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചത്. കാക്കിനാട് സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുന്ന പോരാട്ടത്തോടൊപ്പം നാടിന്റെ സാമൂഹ്യ പുരോഗതിക്കും നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം 100 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത്. ആദ്യത്തെ സമര ദിവസം പങ്കെടുത്തത് കുഞ്ഞപ്പി എന്നും ബാഹുലേയൻ എന്നും ഗോവിന്ദ പണിക്കർ എന്ന് പറയുന്ന 3 പേരായിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് ധീരമായിട്ടാണ് ഈ സമരം മുന്നോട്ട് പോയത്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞു, അഹിംസയുടെ പാതയിലൂടെ വേണം മുന്നോട്ട് പോകാൻ. 99 വെള്ളപ്പൊക്ക സമയത്ത് കഴുത്തിൽ വെള്ളം വരുന്ന ആ കഴുത്തിൽ വരെ വെള്ളം വന്ന സമയത്ത് പോലും ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് സമരം നടത്തി. കണ്ണിൽ ചുണ്ണാമ്പെഴുതി, ഞെരിഞ്ഞിൽ വാരി വിതറി. സമരവീര്യത്തിന് യാതൊരു ശമനവും ഉണ്ടായില്ല. ജനങ്ങൾ ആവേശഭരിതമായ സമരത്തിലേക്ക് നടന്നുപോയി. തമിഴ്നാട്ടിൽ നിന്ന് തന്തൈ പെരിയോർ എന്ന് വിളിക്കുന്ന EVK അദ്ദേഹം ഇവിടെ വരികയുണ്ടായി. തന്തൈ പെരിയോറുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തെ തമിഴ്നാട്ടുകാർ ഇന്നും വൈക്കം വീരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിമാനപൂർവ്വം അദ്ദേഹത്തെ അപദാനങ്ങൾ പാടി പുകത്താറുണ്ട്. പഞ്ചാബിൽ നിന്ന് ആളുകൾ വന്നു, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നവോത്ഥാനത്തിന്റെ കാഹളം മുഴക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ. അതിന്റെ രണഭൂമിയായിരുന്നു വൈക്കം. ഈ വൈക്കത്തിന്റെ മണ്ണിൽ 603 ദിവസക്കാലം നടന്ന ധീരമായ പോരാട്ടം സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള കരുത്തുള്ള ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കൂടിയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശിസുകളോടെ TK മാധവന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സമരം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു സവർണ ജാഥ അവർണർക്ക് വേണ്ടി നടത്തി ചരിത്രം തിരുത്തിയ നാടാണിത്. മതസൗഹാർദ്ദവും മതപരമായ ഐക്യവും ഇവിടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഈ സമരം. ക്കെതിരെ അചഞ്ചലമായ പോരാട്ടം. ഇന്ന് ഭയപ്പെടുത്താൻ നോക്കുന്നവരിവിടെയുണ്ട്. ഇന്ന് ആ കോൺഗ്രസിനെ കടലാസ് പുലി കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് തകരില്ല, തളരില്ല. അതിശക്തമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിന് പുറത്താക്കിക്കൊണ്ട് ഈ നാട്ടിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്കെതിരെ വൈക്കം സത്യാഗ്രഹം നമുക്ക് ആവേശം നൽകും. ആ പോരാട്ടത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെ പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ ഒറ്റപ്പെടുത്തി ഒരു കാലത്ത് ജന്മി മുതലാളി വർഗം ചെയ്തതുപോലെ ഭരണകൂടം നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു.
സത്യത്തെ ക്രൂശിലേറ്റുന്നു, സത്യം പറയുന്നവരെ വെല്ലുവിളിക്കുന്നു, സത്യം പറയുന്നവരെ ജയിലിലടയ്ക്കുന്നു. അതിനെതിരായ പോരാട്ടം, ആ പോരാട്ടത്തിൽ 100 വർഷം മുമ്പ് നടന്ന വൈക്കം സത്യാഗ്രഹം നമുക്ക് ആവേശം നൽകും. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല, ഇന്ത്യയിലെ സത്യം പറയുന്ന മുഴുവൻ ജനങ്ങളും രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നുകൊണ്ട് പോരാടും. രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത് സ്നേഹത്തിന്റെ സന്ദേശമാണ്, വെറുപ്പിനെതിരായ സന്ദേശമാണ്. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചതും അതേ സന്ദേശം തന്നെയാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ചത് തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് രൂപം കൊടുത്ത KPCC പ്രസിഡന്റ് കെ സുധാകരനെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Respected AICC General Secretary Tariq Anwarji, Honorable Congress National President Mallikarjun Kharge ji, our PCC President K. Sudhakaran ji, Vinu Gopal ji, Satyagraha ji, Ramesh Chalitila ji, Hassan ji, Working President Suresh ji, all MPs, MLAs sitting on the dais, other dignitaries, ladies and gentlemen, I will not take your much time because all you are waiting for our national president's speech. So in short, I will say that I am feeling very proud that today I am attending a historical function, historical program, Vaikom Satyagraha. The Vaikom Satyagraha is not only Satyagraha, it contributed a lot in the freedom struggle also. And it became a milestone for the freedom struggle. So, that's why the Gandhi ji, our senior leaders like Pandit Jawaharlal Nehru ji, Sardar Patel ji, all others, Congress leaders, they supported this movement because this was against the inhuman and against the human rights. Because some backward communities, they are not allowed to enter in the temple. I think this is a type of atrocities, and that's why this struggle started. And this struggle got momentum day by day. All people are supported this Satyagraha, and I must say, because those people who led this Satyagraha, including K. Kelappan, who was a Kerala Gandhi, later on the people call him Kerala Gandhi, and Madhavanji and C. Kesavanji. So many social reformers also involved is this movement. So I can say in short that it is a historical occasion that today we are celebrating this Satyagraha. I can say that the Congress party always stood behind this type of Satyagraha, this type of struggle. Because we always fight, the Congress party always fight against any type of atrocities
to any community, any caste. So I am sure that our struggle will continue. The Congress party, what we are facing nowadays, we will also, in the future, we will try to defeat those people who are trying to weaken our democracy. They are attacking on our democracy. So we will again, Rahul ji is fighting for that, and we all Congress party workers, we are behind him. So with these words, I will say that we should stand for the right issues, right cause always, and it will pay in the long run. Thank you so much for giving me this opportunity. ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ. ഏറ്റവും പ്രിയങ്കരനായ KPCCയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ, പരിണതപ്രജ്ഞനായ നമ്മുടെ അഭിമാനമായ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 100 വർഷങ്ങൾക്ക് മുൻപ് ഈ വൈക്കത്ത് കൊളുത്തിയ തീജ്വാല ശതവർഷങ്ങളായിട്ടും കെടാതെ നിൽക്കുന്നു എന്നാണ് ഈ മഹാസമ്മേളനം വിളംബരം ചെയ്യുന്നത്. അത് കെടാതെ സൂക്ഷിക്കുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഞാൻ വളരെ ചുരുക്കിയേ പറയുന്നുള്ളൂ. നമ്മുടെ ഈ സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നാം പഠിക്കേണ്ടത്, നാം അറിയേണ്ടത്, പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് ഈ സമരത്തിലെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങളാണ്. നമ്മുടെ ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന നമ്മുടെ സമരനായകരുടെ അർപ്പണബോധത്തെയാണ്. ഞാനവരുടെ പേരുകളൊന്നും പറയുന്നില്ല. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും പെരിയാർ രാമസ്വാമി നായ്ക്കരും രാജാജിയുമെല്ലാം ഇവിടെ എത്തി. TK മാധവനും KP കേശവമേനോനും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും കേളപ്പജിയും എല്ലാം ഈ സമരത്തിലുണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭന്റെ സവർണജാഥ ഈ സത്യാഗ്രഹത്തിന്റെ, ഈ സമരത്തിന്റെ ഗതി മുഴുവൻ മാറ്റിയെഴുതി. എത്ര മുഹൂർത്തങ്ങൾ! സവർണജാഥയുമായി പോയ മന്നത്ത് പത്മനാഭന് TK മാധവന്റെ പ്രിയപ്പെട്ട മാതാവ് ഒരു മൊന്തയിൽ ഗോതമ്പ് കഞ്ഞി കൊടുത്താണ് സ്വീകരിച്ചത്. 100 വർഷം മുമ്പാണ് എന്നോർക്കണം. അന്നവരവിടെ ഈ ജാതി രാക്ഷസന്റെ കോലം കത്തിച്ചുകൊണ്ടാണ് ആ ജാഥ അങ്ങോട്ട് പോയത്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മുഹൂർത്തങ്ങൾ. ചിറ്റേത്ത് ശങ്കുപിള്ള എന്നുള്ള ഗാന്ധിയനായ ഒരാളെ ഗുണ്ടകൾ തല്ലിക്കൊന്നത്, ആമച്ചാടി തേവൻ എന്ന പാവപ്പെട്ട ഒരു പിന്നോക്ക ജാതിക്കാരന്റെ കണ്ണിൽ ചുണ്ണാമ്പെഴുതി അവന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയത്, മൂവാറ്റുപുഴയിൽ നിന്നും കാൽനടയായി ഇവിടെ എത്തിയ രാമൻ ഇളയതിന്റെ കണ്ണിൽ ചുണ്ണാമ്പ് തേച്ച് കണ്ണുകൾ നഷ്ടപ്പെടുത്തിയത്, പ്രതികൂലമായ സാഹചര്യങ്ങൾ, വെള്ളപ്പൊക്കത്തിനിടയിൽ 99 വെള്ളപ്പൊക്കത്തിനിടയിൽ വായിച്ചാലും മതിവരാത്ത എത്രയോ കഥകളാണ്. നമുക്ക് ആ സമയത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പോലും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ആ ഉജ്ജ്വലമായ സമരമുഹൂർത്തങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക്, നമ്മുടെ പുതിയ തലമുറയിലേക്ക് എത്തിക്കണം. ഗതകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ കാര്യങ്ങളിലൂടെ അതിന്റെ ഗൗരവമായ കാര്യങ്ങൾ നാം ബോധ്യപ്പെടുമ്പോൾ അത് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു, നമുക്ക് പിൻബലമേകുന്നു. എന്റെ പാർട്ടി, നിങ്ങളുടെ പ്രസ്ഥാനം, നമ്മുടെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് 100 കൊല്ലം മുമ്പ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഐത്തത്തെ കുഴിച്ചു മൂടിയതെങ്കിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യണം, നമ്മുടെ പ്രസ്ഥാനം ഈ മണ്ണിൽ ഫാസിസത്തെയും വർഗീയതയെയും കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. അതിന്റെ പ്രതിജ്ഞ പുതുക്കാനുള്ള അവസരമാക്കി ഈ സത്യാഗ്രഹപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിലെത്തിയ നിങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അടുത്തതായി നമ്മുടെ ആദരണീയനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവറുകളാണ്. അദ്ദേഹം ഭാരത് ജോഡോ യാത്ര കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയപ്പോൾ അതിൻ്റെ വിജയശില്പിയാണ്. നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് നടത്തുന്ന ജനാധിപത്യ ദംശനത്തിനെതിരായി പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നടക്കുമ്പോൾ
അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആദരണീയനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സമാദരണീയനായ അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ, അഭിമാനത്തോടെ കേരളത്തിലെ ആദ്യ പരിപാടിയിൽ കോൺഗ്രസ് പ്രസിഡന്റായതിനു ശേഷം കേരളത്തിലെ ആദ്യ പരിപാടി വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് കോൺഗ്രസ് പ്രസിഡന്റായതുകൊണ്ട് മാത്രമല്ല, ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് ഗുൽബർഗയ്ക്കടുത്തുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ തന്റെ സ്വന്തം അമ്മയും സഹോദരനും ഫാസിസത്തിന്റെ അന്ന് കാലത്തെ ജാതിക്കോമരങ്ങളുടെ ഏറ്റവും ശക്തമായ പോരാട്ടത്തിൽ വെന്തുവെണ്ണീറായ ഒരു മാതാവിന്റെ മകനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെ എന്നുള്ളത് അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണീരിന്റെ, വേദനയുടെ, തൊട്ടുകൂടായ്മയുടെ, തീണ്ടലിന്റെ ഏറ്റവും വലിയ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേരി ഏറ്റെടുത്ത് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ അധ്യക്ഷനായി ശ്രീ മല്ലികാർജുന ഖാർഗെ ആദ്യത്തെ പരിപാടിയുമായി വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷിക പരിപാടിയിലെത്തുന്നു. സ്നേഹിതരെ, 100 വർഷങ്ങൾക്ക് മുമ്പ്, 99 വർഷങ്ങൾക്ക് മുമ്പ് ഈ വൈക്കം തെരുവൂതികളിലൂടെ ഒരു ജാഥ നടന്നിരുന്നു. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിന്റെ സമാരംഭം കുറിക്കുന്ന ജാഥ. നമുക്കറിയാം, ആ ജാഥയിൽ കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദ പണിക്കറും, രണ്ടുപേര് ഇഴവരാണ്, ഒരാൾ നായരാണ്. ആ ജാഥയിൽ കൊടിയുമായി അണിനിരന്നപ്പോൾ പോലീസ് തടഞ്ഞു പറഞ്ഞു, ഗോവിന്ദ പണിക്കർക്ക് പോവാം, കുഞ്ഞാപ്പിക്കും ബാഹുലേയനും പോകാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഇഴവരാണ്. ഗോവിന്ദ പണിക്കർ പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചേ പോകുന്നുള്ളൂ. അവർ 3 പേരും ഒന്നിച്ചു പോരാടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത്, പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത്. 100 വർഷം കഴിഞ്ഞ് അന്ന് ആ ജാഥ അവർ നടത്തി. ഇവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസംഗം കേൾക്കാനാണ് നിൽക്കുന്നത്. അന്ന് മഹാത്മാഗാന്ധിയുടെ ഏറ്റവും ശക്തമായ ഇടപെടൽ, കാക്കിനാട കോൺഗ്രസിന്റെ റെസൊല്യൂഷൻ, TK മാധവന്റെ ഏറ്റവും ശക്തമായ ഇടപെടലിലൂടെ കേശവമേനോനും കേളപ്പജിയും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും അങ്ങനെ ഒട്ടനവധി ആളുകളുടെ പ്രതിഭാധനന്മാരായ ഇടപെടലുകൾ. ഇവിടെ പറഞ്ഞതുപോലെ അന്ന് ആ സമരത്തിന് പുതിയ ദിശ നൽകിക്കൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച ആരാധ്യനായ മന്നത്ത് പത്മനാഭൻ അവരുടെ ഇടപെടലുകൾ, ഇതൊക്കെ നവോത്ഥാനത്തിന്റെ തിരികൊളുത്തി കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിന് കാരണമായി. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ടാണ്, ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് വർത്തമാനകാല ഇന്ത്യയിൽ കോൺഗ്രസിന് വില കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസിന് ഹിന്ദുവും വേണം, മുസൽമാൻ വേണം, ക്രിസ്ത്യാനി വേണം. ഇവരെ 3 പേരെയും ഒന്നിച്ചു പിടിക്കും. കോൺഗ്രസ് നായരെയും ഈഴവരെയും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും ഒരുമിച്ച് പിടിക്കും. കോൺഗ്രസിന് പ്രത്യേകിച്ച് ആരോടും പ്രത്യേക മമതയില്ല, പ്രത്യേകിച്ച് ആരോടും വിദ്വേഷമില്ല. പക്ഷെ ഇവിടെ 100 വർഷങ്ങൾ അന്ന് വഴി നടക്കാൻ വേണ്ടിയിട്ട്, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് പോരാട്ടം നടന്നെങ്കിൽ, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരിനെതിരെ ഒന്നും വെണ്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഈ നാട്ടിൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്? എന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, നമ്മുടെ പ്രസിഡന്റ് പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യത്തെ കുറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 100 വർഷം മുമ്പ് വൈക്കം സത്യാഗ്രഹത്തിലൂടെ അന്നത്തെ നാടുവാഴി പ്രമുഖന്മാർക്കെതിരായിട്ട്, രാജപ്രമുഖന്മാർക്കെതിരായിട്ട് പോരാട്ടം നടത്തി ഐതിഹാസിക വിജയം നേടിയ കോൺഗ്രസ്, ബ്രിട്ടീഷുകാരനെ പായിപ്പിച്ച് കളഞ്ഞ കോൺഗ്രസ്, നരേന്ദ്രമോദി എന്ന മനുഷ്യൻ അങ്ങ് പേടിപ്പിച്ചാൽ പേടിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. നരേന്ദ്രമോദി എന്ന മനുഷ്യൻ ഒന്ന് പേടിപ്പിച്ചാൽ നിങ്ങൾക്ക് ആരെയും പേടിപ്പിക്കാം. അങ്ങനെ പേടിച്ചാൽ പേടിക്കുന്ന ആളല്ല ശ്രീമാൻ രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ
മിസ്റ്റർ മോഡിജി, അങ്ങേക്കത് മനസ്സിലാക്കാൻ അധിക താമസം ഉണ്ടാകില്ല. ഇത് ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട പൗത്രനാണ്. രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഇതിലുപരിയായിട്ട് ലക്ഷോപലക്ഷം ജനങ്ങളുടെ മനസ്സിനകത്ത് അവർ സ്നേഹവാത്സല്യം കൊണ്ട് താലോലിക്കുന്ന ഉജ്ജ്വലനായ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഐതിഹാസികമായ തുടക്കം നമുക്ക് ഇവിടെ അവസാനിക്കുന്നത്. ഈ പോരാട്ടം നമ്മൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും നടത്തുന്ന പോരാട്ടം, ഞാൻ നേരത്തെ പറഞ്ഞു, തെറ്റുകൾക്കെതിരായി, അഴിമതിക്കെതിരായി വിരൽ ചൂണ്ടാൻ, സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം രാഹുൽ ഗാന്ധി നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആരെതിർത്താലും ആര് തകർക്കാൻ ശ്രമിച്ചാലും തെരുവീതികളിലൂടെ കോൺഗ്രസും മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനവും ഒറ്റക്കെട്ടായി നിങ്ങൾക്കെതിരായി അണിനിരക്കും. അതിന്റെ പടഹധ്വനിയാണ് ഇവിടെ നിന്നും ഉയരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് നമുക്ക് വഴികാട്ടികളായ എല്ലാവർക്കും അങ്ങേയറ്റത്തെ സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. On behalf of Satyagraha Centenary Celebration Committee and KPCC, I cordially invite Honorable Congress President Mallikarjun Kharge to inaugurate the one-year-long celebration. പ്രസംഗം രാഷ്ട്രീയകാര്യ സമിതി അംഗം എം ലിജു ട്രാൻസ്ലേറ്റ് ചെയ്യും. Sri K.C. Venugopal ji, General Secretary, Organization. Sri K. Sudhakaran ji, President, Kerala Congress Committee. Sri V.D. Satheesan, CLP Leader. Sorry, because short of time I can't take the names of all the important leaders who are sitting on the dais and also the leaders who are sitting there. So all senior leaders on the dais, friends from the media and brothers and sisters. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, KPCC അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ അവർ, മറ്റ് ഏറ്റവും ബഹുമാന്യരായ നേതാക്കൾ, തമിഴ് ചുരുക്കം നിമിത്തം മുഴുവൻ ആളുകളുടെയും പേര് പറയുന്നില്ല. It is a matter of immense pride and honor for me to inaugurate the centenary celebration for this historical event of Vaikom Satyagraha in Kerala today. ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം ബഹുമതിയാണ്. ഏറ്റവും ആദരവോടെ ഞാൻ ആ ദൗത്യം നിർവഹിക്കുന്നു. Vaikom Satyagraha holds a special significance in India's centuries-long struggle against caste discrimination, as also Indian National Congress relentless strive for achieving India's independence from the colonial rules. ഇന്ത്യയുടെ നൂറ്റാണ്ടുകൾ നീണ്ട ജാതി വിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോളനി ഭരണത്തിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള ദേശീയ വിമോചന സമര പോരാട്ടത്തിലും നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് വൈക്കം സത്യാഗ്രഹം. The Vaikom Satyagraha has the unique distinction of being one of the most powerful, potent and earliest mass movements against the social evil of caste discrimination. ജാതി വിവേചനത്തിനെതിരെയുള്ള ഏറ്റവും അതിശക്തമായ പോരാട്ടം, ഇന്ത്യയിൽ ആദ്യമായി നടന്ന ജനായത്ത മുന്നേറ്റങ്ങൾ ആണ് വൈക്കം സത്യാഗ്രഹം എന്നത് അതിനൊരു പ്രത്യേകമായ പ്രാധാന്യം നൽകുന്നു. This movement was initiated almost 100 years ago on this very day in 1924 by then Kerala Pradesh Congress Committee.
ഇന്നേക്ക് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് ഇതേ ദിവസത്തിൽ അന്നത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് വൈക്കം സത്യാഗ്രഹം എന്ന ഇതിഹാസതുല്യമായ സമരത്തിന് തുടക്കം കുറിച്ചത്. The Vaikom Satyagraha has conceived by Sri T.K. Madhavan, a prominent social worker and Congress leader and a follower of Sri Narayan Guru. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനും പ്രമുഖനായ സാമൂഹ്യ പ്രവർത്തകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവുമായ ശ്രീ T.K. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സംയോജകൻ. The protest demanded the right of the untouchables to walk freely on the roads around the Vaikom temple. തൊട്ടുകൂടാത്തവർ എന്ന പേരിൽ അകറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികളിലൂടെ നടക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹ പോരാട്ടം ആരംഭിച്ചത്. In pre-independence India, untouchables were barred from entering the temples. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ തൊട്ടുകൂടാത്തവർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനവിഭാഗത്തിന് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അവകാശമുണ്ടായിരുന്നില്ല. Even Sri Narayan Guru was stopped from using the roads near the temple once. A prominent social reformers, Sri K.P. Keshav Menon and Sri K. Kellapan were also actively associated with this movement. എന്തിനേറെ പറയുന്നു, ശ്രീനാരായണ ഗുരുദേവന് പോലും ഒരിക്കൽ വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടമുള്ള വഴികളിലൂടെ നടക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. പ്രമുഖരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രീ കെ കേളപ്പനും K.P. കേശവ് മേനോനും വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രമുഖരായ വ്യക്തികളാണ്. Being most prominent, NSS leader Sri Mannath Padmanabhan led a jatha supporting Vaikom Satyagraha. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് പ്രമുഖനായ മുന്നോക്ക സമുദായ നേതാവ് ശ്രീ മന്നത്ത് പത്മനാഭൻ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചു. Known as Swarna Jatha, this Padayatra was from Vaikom to Trivandrum. He submitted a memorandum signed by 23,000 upper caste people in support of demands of Vaikom Satyagraha. സവർണ ജാഥ എന്ന് പേരിട്ട ഈ ഐതിഹാസികമായ യാത്ര വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തെത്തി 23,000 സവർണ സമുദായാംഗങ്ങൾ ഒപ്പിട്ട വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കുന്ന ഹർജി സമർപ്പിക്കപ്പെടുകയുണ്ടായി. The Satyagraha had all the support and blessings of Sri Narayana Guru. ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ അനുഗ്രഹവും പിന്തുണയും ഈ സത്യാഗ്രഹത്തിനുണ്ടായിരുന്നു. The watershed movement set the tone for social reforms in India. It had the blessings of none other than Mahatma Gandhi ji, who himself visited Vaikom in 1925. ഇന്ത്യയിൽ സാമൂഹ്യ മാറ്റത്തിന്റെ വലിയ തുടക്കം കുറിച്ച വൈക്കം സത്യാഗ്രഹം എന്ന ഈ ഉജ്ജ്വലമായ സമരത്തിന് മഹാത്മാഗാന്ധി എന്ന മഹാനായ നമ്മുടെ നേതാവിന്റെ എല്ലാ പിന്തുണയും അനുഗ്രഹവും നേതൃത്വവും ഉണ്ടായിരുന്നു. He wrote in favor of temple entry during the Satyagraha. സത്യാഗ്രഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി എഴുതുകയുണ്ടായി. After the intervention of Mahatma Gandhi ji, the agitation was called off. A compromise was reached with Regent Sethu Lakshmibai. Vaikom Satyagraha brought the method of non-violent public protest to Kerala. മഹാത്മാഗാന്ധി അന്നത്തെ റീജൻ സേതു ലക്ഷ്മി തമ്പുരാട്ടിയുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് വൈക്കം സത്യാഗ്രഹം വിജയകരമായി പര്യവസാനിച്ച് പിൻവലിക്കപ്പെടുകയുണ്ടായി. This Satyagraha has been the most prominent non-violent agitation in the annals of Indian history. ഇന്ത്യ ചരിത്രത്തിൽ അഹിംസയിൽ ഊന്നി നിന്നുകൊണ്ട് നടത്തിയ ഏറ്റവും മഹത്തായ സമരമാണ് വൈക്കം സത്യാഗ്രഹ സമരം. The movement carried with a compelling message. It enthused people all across India, hailing from different castes and religions, to be a part of this movement to open temple gates for everyone. ഈ രാജ്യത്ത് കോടിക്കണക്കിന് ജനതയ്ക്ക് പ്രചോദനം നൽകി വ്യത്യസ്തമായ ജാതി മത വർണ്ണ വിഭാഗങ്ങൾപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആ മനുഷ്യരെ ക്ഷേത്രപ്രവേശനമെന്ന അവകാശത്തിന് വേണ്ടി അണിനിരത്തുവാനും അതിലോട്ട് മുന്നോട്ട് വരുവാനും വൈക്കം സത്യാഗ്രഹത്തിന് വിജയം കാരണമായി.
This movement was not only precursor to the temple entry movements in Kerala, but also played a pivotal role in the social and cultural transformation of the state. കേവലം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേത്രപ്രവേശനത്തിലേക്ക് മാത്രമല്ല വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയം വഴിതെളിച്ചത്. നമ്മുടെ നാടിന്റെ സാംസ്കാരികവും അതോടൊപ്പം തന്നെ സാമൂഹ്യമായ മാറ്റങ്ങളിൽ നിർണായകമായ പങ്കാണ് വൈക്കം സത്യാഗ്രഹം വഹിച്ചത്. Mahatma Gandhiji did not just become a part of the Vaikom Satyagraha. He was continuously active till the temple entry law was passed. കേവലം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കാളിയാവുക മാത്രമല്ല മഹാത്മജി ചെയ്തത്, ക്ഷേത്രപ്രവേശനത്തിലുള്ള പ്രഖ്യാപനം വരുന്നതുവരെ ഈ സമരത്തിന്റെ നേതൃത്വത്തിലും പങ്കാളിത്തത്തിലും അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചു. He made many journeys in South India during his lifetime. He visited Kerala 5 times, starting from 1920 to 1937. 1920 മുതൽ 1937 വരെയുള്ള കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലും കേരളത്തിലും ഈ ആവശ്യം മുൻനിർത്തി അദ്ദേഹം നിരവധി സന്ദർശനം നടത്തുകയുണ്ടായി. കേരളത്തിൽ അദ്ദേഹം 5 തവണയാണ് സന്ദർശിച്ചത്. During the Satyagraha in 1925, Gandhiji had a long conversation with Sri Narayan Guru at Sivagiri Mutt. 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനായി കേരളത്തിലെത്തിയപ്പോൾ ശിവഗിരിയിലെത്തി അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനുമായി ദീർഘമായ ഒരു സംഭാഷണം നടത്തുകയുണ്ടായി. He spent 2 days in the Sri Narayan Guru's ashram. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ആശ്രമത്തിൽ 2 ദിവസം ചെലവിടുകയുണ്ടായി. In the presence of Sarvasri C. Rajgopalacharya, E.V. Ramaswamy Naikar, Ramdas Gandhi, Mahadev Desai, Advocate N. Kumaran acted as a translator. അദ്ദേഹം ഈ അവസരത്തിൽ അവിടെ താമസിക്കുന്ന സമയത്ത് ശ്രീ രാജഗോപാലാചാരി, ശ്രീ മഹാദേവ ദേശായി, അദ്ദേഹത്തിന്റെ പുത്രൻ രാംദാസ് ഗാന്ധി എന്നിവർ അദ്ദേഹത്തോടൊപ്പം സന്നിഹിതരായിരുന്നു. മഹാത്മാജിയും നാരായണ ഗുരുദേവനും തമ്മിലുള്ള സംഭാഷണത്തെ പരിഭാഷപ്പെടുത്തിയത് ശ്രീ എൻ കുമാരനായിരുന്നു. Gandhiji became aware of the problems of backward classes. Apart from untouchability, he was greatly influenced by his ideas and even referred to Sri Narayan Guru as his spiritual teacher. ശ്രീനാരായണ ഗുരുദേവനുമായുള്ള സംഭാഷണത്തെ തുടർന്ന് തൊട്ടുകൂടായ്മയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമല്ല മഹാത്മജി ബോധവാനായത്. മഹാത്മജി ശ്രീനാരായണ ഗുരുദേവന്റെ സംഭാഷണങ്ങളിൽ പ്രചോദനാവുകയും അദ്ദേഹത്തെ തന്റെ ആത്മീയ ഗുരുവായി കരുതുകയുമുണ്ടായി. This meeting became milestone for the upcoming movements. When Gandhiji made his last visit to Kerala in 1937, he especially remembered Sri Narayan Guru. മഹാത്മജിയുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു മുഹൂർത്തമായി ഈ സംഭാഷണം മാറുകയുണ്ടായി. 1937 അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പ്രത്യേകമായ പരാമർശമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത്. Congress leaders and workers were the backbone of Vaikom Satyagraha, which lasted from 30 March to 1924 to 23 November 1925. കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമാണ് 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 20 വരെ നീണ്ട സുദീർഘമായ ഈ സത്യാഗ്രഹ സമരത്തിന്റെ നട്ടെല്ലായി മാറിയത്. Vaikom Satyagraha changed the social history of Kerala for good. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിന് മാറ്റമുണ്ടാക്കിയ നിർണായകമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. In the early 1930s, the Vaikom Satyagraha also inspired Guruvayur Satyagraha in then Malabar district, in which Congress leaders participated. 1930 ആദ്യ പാദങ്ങളിൽ മലബാറിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായി മാറിയത് വൈക്കം സത്യാഗ്രഹമാണ്. RSS had no role in this movement. RSSന് ഈ മഹത്തായ സമരത്തിൽ യാതൊരു പങ്കുമില്ല. RSS came into existence only in September 1925. RSS ഈ രാജ്യത്ത് നിലവിൽ വന്നത് തന്നെ 1925 സെപ്റ്റംബർ 30 മാത്രമാണ്. So they can't claim they have worked for the backward classes and untouchables in those days.
ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്കും തൊട്ടുകൂടാത്തതുമായ ജനവിഭാഗങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെടുവാൻ അവർക്കൊരിക്കലും സാധ്യമല്ല. With the old commitment of Mahatma Gandhi, social reform leaders of Kerala and other Congress leaders to remove social inequalities and injustices prevailing in the society, the movement gained huge momentum all over the country. മഹാത്മജിയുടെയും കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന നേതാക്കന്മാരുടെയും കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാരുടെയും ഉറച്ച പിന്തുണയിൽ ഈ രാജ്യത്ത് ആകമാനം വലിയ സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ മഹാപ്രസ്ഥാനം പടർന്നു കയറുകയുണ്ടായി. In 1923, Kakinada session of the Congress Party, presided over by Maulana Muhammad Ali, Sri T.K. Madhavan introduced a resolution against the untouchability. 1923 മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായ കാക്കിനാട കോൺഗ്രസിൽ ശ്രീ ടി കെ മാധവൻ ഐത്തോച്ചാടനം ഒരു പ്രമേയമായി അവതരിപ്പിക്കുകയുണ്ടായി. Later, in December 1924, a detailed resolution against untouchability was passed in Belgaum session of Congress, where Mahatma Gandhi got elected as Congress president in 1924, which falls in my state. പിന്നീട് 1924 മഹാത്മജി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ബെൽഗാം കോൺഗ്രസിൽ കൂടുതൽ വിശദമായ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ഭാഗ്യവശാൽ ബെൽഗാം എന്റെ നിയോജക മണ്ഡലത്തിലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. It was the same session where Mahatma Gandhi presided as the AICC president for the first time. മഹാത്മജി ആദ്യമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് ബെൽഗാം സെഷനിലാണ്. Congress party also made a continuous efforts in imparting education and opening up various avenues for the upliftment of the oppressed classes. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി നിരവധി പദ്ധതികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവിഷ്കരിച്ചത്. Congress also a committee on untouchability as far back as in 1929, consisting of Pandit Madan Mohan Malviyaji, Sri Jamanlal Bajaj as secretary to the committee to study and deal with the state. 1929 ഐത്തോച്ചാടനത്തെ മുൻനിർത്തി പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയും ജംനാലാൽ ബജാജിനെ സെക്രട്ടറി ആക്കിക്കൊണ്ടും ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ ഒരു കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുകയുണ്ടായി. Under the leadership of Pandit Nehru, Baba Saheb Ambedkar and several other leaders, all these endeavors bore fruit in providing constitutional guarantees through fundamental rights incorporated in the Constitution of India. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ബി.ആർ. അംബേദ്കറിന്റെയും ശ്രമഫലമായി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലൂടെ മൗലിക അവകാശങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് ലഭ്യമാവുകയുണ്ടായി. It is result of this outcome that we have in our constitution Article 15, which prohibits discrimination on the grounds of religion, race, caste, sex or place of birth. Article 17 provides for the abolition of untouchability. ഈ ഇടപെടലുകളുടെ ഫലമായി ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 15 പ്രകാരം ലിംഗത്തിന്റെയോ ജനിച്ച സ്ഥലത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പേരുള്ള എല്ലാ തരത്തിലുള്ള വിവേചനവും ഇന്ത്യൻ ഭരണഘടന തടഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 സമാനമായ രീതിയിലുള്ള വിവേചനത്തെ, മതത്തിന്റെ പേരുള്ള വിവേചനത്തെ തടഞ്ഞിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഭരണഘടനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നെഹ്റുവും അംബേദ്കറേയും പോലെയുള്ള മഹാന്മാർ നടത്തിയ ഇടപെടലിന്റെ ഫലമാണ്. Dr. Baba Saheb Ambedkar famously in his speech in the Constituent Assembly on 25th November 1949 said, "In politics, we will have equality, and in social and economic life, we will have inequality." 1949 നവംബർ മാസം 25-ാം തീയതി ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാഷ്ട്രീയത്തിൽ നമുക്ക് തുല്യതയുണ്ട്, എന്നാൽ
നമ്മുടെ സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഈ തുല്യത നമുക്ക് അവകാശപ്പെടുവാൻ സാധ്യമല്ല. In politics, we will be recognizing the principles of one man, one vote, and one vote, one value. രാഷ്ട്രീയത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു, ഒരു വ്യക്തിക്ക് ഒരു വോട്ടാണുള്ളത്, ഒരു വ്യക്തിയുടെ വോട്ടിന് ഒരേ മൂല്യമാണുള്ളത്. In our social and economic life, we shall, by reason of our social and economic structure, continue to deny the principle of one man, one value. എന്നാൽ നമ്മുടെ സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സാമൂഹ്യ ഘടനയുടെയും സാമ്പത്തിക ഘടനയുടെയും ദൗർബല്യത്താൽ ഒരു വ്യക്തിയുടെ ഒരേ മൂല്യം എന്ന ആശയത്തെ നമ്മൾ ഈ മേഖലകളിൽ നിരാകരിക്കുകയാണ്. How long shall we continue to live this life of contradictions? ഇത്തരം വൈരുദ്ധ്യങ്ങളുടെ ഒരു ജീവിതത്തെ നമുക്ക് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? How long shall we continue to deny equality in our social and economic life? നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ തുല്യത എന്ന ഈ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകുവാൻ സാധിക്കും? If we will continue to deny it for long, we will do so only by putting our political democracy in peril. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, തുല്യത നിഷേധിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ നാശത്തിലേക്കായിരിക്കും ഈ നിഷേധം വഴിതെളിക്കുന്നത്. If we continue to deny it for long, we will do so only by putting our political democracy in peril, and we must remove this contradiction at the earliest possible moment, or else those who suffer from inequality will blow up the structure of political democracy which this assembly has to laboriously build up. നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ തുല്യത നിഷേധിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ ഏത് വ്യക്തികൾക്കാണോ ഈ സാമൂഹ്യ നീതിയും സാമ്പത്തിക നീതിയും നിഷേധിക്കപ്പെടുന്നത്, അവരുടെ രോഷത്തിൽ ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ജനാധിപത്യം തകരുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. Nearly 100 years ago, persons from oppressed classes treated as untouchables could not even access drinking water, roads, public places, leave aside temples. 100 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുകൂടാത്തവരെന്ന് മുദ്രകുത്തപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് കുടിവെള്ളത്തോടോ കുടിവെള്ളം എടുക്കുവാനോ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് താമസിക്കുവാനോ വഴി നടക്കുവാനോ പോലുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. It is a matter of immense satisfaction that we have made significant progress in this area. നമുക്ക് അങ്ങേയറ്റം സംതൃപ്തിയോടെ പറയാൻ സാധിക്കും, ഈ മേഖലയിൽ വമ്പിച്ച പുരോഗതി കൈവരിക്കുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. We see people from oppressed classes hold high positions at various levels. നമ്മൾ കാണുന്നു, ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളിലുള്ള വ്യക്തികൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Because of Indian Constitution and democracy, a K.R. Narayanan-like persons became the President of India. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ജനാധിപത്യത്തിന് കരുത്തേകുന്ന ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും കാരണമാണ് ശ്രീ KR നാരായണനെ പോലെയുള്ള വ്യക്തികൾ ഈ രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്ത് എത്തിച്ചേർന്നത്. This is because of the progressive ideas and beliefs of Congress leaders and their relentless fight which reflects in the Constitution of India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പുരോഗമനപരമായ ചിന്തയും അതോടൊപ്പം അവരുടെ പോരാട്ടവും ഇന്ത്യയുടെ ഭരണഘടന നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ അത്യുജ്വലമായ സമരങ്ങളുമാണ് ഈ നേട്ടങ്ങൾക്ക് കാരണമായത്. Its provisions of one person, one vote, right to equality and right to equal opportunity. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, എല്ലാവർക്കും തുല്യത, അവസരങ്ങളുടെ മൗലികാവകാശം, ഇതൊക്കെയാണ് ഈ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയ ഈ മാറ്റങ്ങൾ, ഈ അവകാശങ്ങൾ. It also shows the significance of the Vaikom Satyagraha, which is credited as the first anti-caste struggle in India. ഈ രാജ്യത്ത് ജാതിക്കെതിരെയുള്ള ആദ്യ സമര പോരാട്ടമായ വൈക്കം സത്യാഗ്രഹത്തിന് തീർച്ചയായും ഈ മാറ്റങ്ങളുടെ നേട്ടം അവകാശപ്പെടുവാൻ സാധിക്കും. The India that we built stands at crossroads today. It was the Congress party that laid a struggle foundation for a vibrant and thriving democracy.
നമ്മൾ ഇത്തരത്തിൽ നേടിയെടുത്ത ഇന്ത്യ ഇന്നൊരു ദശാസന്ധിയിലാണ്, ഒരു പ്രതിസന്ധിയിലാണ്. നമ്മുടെ ഉജ്ജ്വലവും ഊർജ്ജസ്വലവുമായ ജനാധിപത്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയെടുത്ത ഊർജ്ജസ്വലമായ ജനാധിപത്യം ഇന്ന് പ്രതിസന്ധി നേരിടുന്നു. We also sought to ensure equality, justice, fraternity and fundamental freedoms for all our citizens. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യതയും നീതിയും സാഹോദര്യവും എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശങ്ങളും ഉറപ്പുവരുത്താനുള്ള പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിരുന്നു. Now the very foundation of Indian democracy is being attacked on daily basis by those in power. ഇന്ന് ഓരോ ദിവസവും ഈ രാജ്യത്ത് അധികാരത്തിരിക്കുന്നവർ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുവാൻ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Sri Rahul Gandhi ji disqualified from Lok Sabha was the darkest day in the history of Indian democracy. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും കറുത്ത ദിനമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട ദിവസം. There are various legal issues in the judgment of the trial court. However, those will be dealt with at the appropriate forum by our legal team. ഈ വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങളിൽ നിരവധി പാളിച്ചകളുണ്ടെങ്കിലും അതെല്ലാം തന്നെ നിയമപരമായി നേരിടുവാനാണ്, അല്ലെങ്കിൽ നിയമത്തിന്റെ പാതയിൽ നേരിടാനാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. However, BJP government manipulations in the matter must be pointed out. If we see the timeline of the whole case, it could not be clearer than this. എങ്കിലും BJP സർക്കാർ ഈ കേസിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഈ കേസിന്റെ കാലക്രമം പരിശോധിക്കുമ്പോൾ അവർ നടത്തിയിട്ടുള്ള തെറ്റായ ഇടപെടലുകൾ ജനത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുവാനുള്ള തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. Modi government deliberately allowed this exercise to play out. Number 1, 13th April 2019, Rahul Gandhi ji makes an election speech in Kolar, Karnataka. 2019 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് കർണാടകത്തിലെ കോലാറിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തുകയുണ്ടായി. 16th April 2019, BJP MLA files the case in Surat, Gujarat. 2019 ഏപ്രിൽ മാസം 16-ാം തീയതി ഗുജറാത്തിൽ നിന്നുള്ള BJP MLA സൂറത്ത് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 7th March 2022, the complainant himself seeks a stay from Gujarat High Court on his own complaint. High Court grants the stay. 2022 മാർച്ച് മാസത്തിൽ ഇതേ പരാതിക്കാരൻ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസിന്റെ വിചാരണ, സ്വയം കൊടുത്ത കേസിന്റെ വിചാരണ നിർത്തിവെക്കുവാൻ അനുമതി നേടിയെടുക്കുകയുണ്ടായി. 7th February 2023, Rahul Gandhi ji makes a speech in Lok Sabha exposing the Modi-Adani nexus. 2023 ഫെബ്രുവരി മാസം 23-ാം തീയതി ഇന്ത്യൻ ലോക്സഭയിൽ അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം തുറന്നു കാട്ടിക്കൊണ്ടുള്ള പ്രസംഗം ശ്രീ രാഹുൽ ഗാന്ധി നടത്തി. 16th February 2023, the complainant withdraws his own request for stay in the Gujarat. 2023 ഫെബ്രുവരി മാസം 16-ാം തീയതി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ച പരാതിക്കാരൻ തന്റെ ഹർജിയിന്മേലുള്ള സ്റ്റേ നീക്കിയെടുക്കുന്നതിൽ വിജയിച്ചു. 27th February 2023, hearing resumes in the trial court. 2023 ഫെബ്രുവരിയിൽ വിചാരണ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വാദം ആരംഭിച്ചു. 27-ാം തീയതി, ഫെബ്രുവരി മാസം 27-ാം തീയതി. 23rd March 2023, the trial court convicts Sri Rahul Gandhi ji. ദിവസങ്ങൾക്കകം 2023 മാർച്ച് മാസം 23-ാം തീയതി വിചാരണ കോടതി ശ്രീ രാഹുൽ ഗാന്ധിയെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിചാരണ പൂർത്തീകരിച്ച് ശിക്ഷിച്ചു. Within a matter of 20-25 days, the case is restarted. The hearing is completed. Rahul Gandhi ji handed out a maximum punishment of 2 years. കേവലം 25 ദിവസത്തിനകം കേസ് പുനരാരംഭിച്ച് വാദം പൂർത്തീകരിച്ച് ആ കുറ്റത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷയായ 2 വർഷം തടവ് ചുമത്തപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധിയെ കോടതി അയോഗ്യനാക്കി. On the same day, Modi ji meets Speaker of Lok Sabha. On the same day, അതേ ദിവസം ഇന്ത്യൻ ലോക്സഭയുടെ സ്പീക്കറെ
നരേന്ദ്രമോദി നേരിട്ട് കാണുകയുണ്ടായി. രാഹുൽ ഗാന്ധിയെ കോടതി ശിക്ഷിച്ച അതേ ദിവസം ലോക്സഭാ സ്പീക്കറെ നരേന്ദ്രമോദി നേരിട്ട് കണ്ടു. And then the country witnessed what happened. We must look at the lightning speed at which Sri Rahul Gandhi ji was disqualified and asked to vacate his official residence. പിന്നീട് നമ്മൾ കാണുന്നത് മിന്നൽ വേഗത്തിൽ രാജ്യം സാക്ഷ്യം വഹിച്ചു. മിന്നൽ വേഗത്തിൽ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഒഴിയുവാൻ അദ്ദേഹത്തിന് നോട്ടീസ് നൽകപ്പെടുന്നു. Such actions are indeed condemnable, which are destroying the democratic norms of our country and pushing us towards a dictatorial regime. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുകയും രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഇത്തരം നടപടികൾ തീർച്ചയായും അപലപിക്കപ്പെടേണ്ടതുണ്ട്. The case was filed by an individual who himself is not a OBC. പിന്നോക്ക വിഭാഗക്കാരനല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ കേസ് ഫയൽ ചെയ്തത്. All the absconders who were named Nirav Modi, Lalit Modi, Mehul Chokasi are not OBCs. ഈ രാജ്യം വിട്ടുപോയ കൊള്ളക്കാർ നീരവ് മോഡി, ലളിത് മോഡി, മെഹർ ചോക്സി ഇവരാരും തന്നെ OBC പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളല്ല. But BJP is trying to build up false propaganda of so-called insult to the OBC. എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ BJP കുപ്രചരണം അഴിച്ചുവിടാൻ ആഗ്രഹിക്കുന്നു. ഇവരെല്ലാം തന്നെ പിന്നോക്ക വിഭാഗക്കാരാണ്, ഇവർ അപമാനിക്കപ്പെട്ടു എന്ന കുപ്രചരണം അഴിച്ചുവിടുവാൻ BJP ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. This is all being done to distract public attention from the real issues of BJP's corruption and loot of public money. BJPയുടെ അഴിമതിയും ഈ രാജ്യത്തിന്റെ പൊതുപണം കൊള്ളയടിക്കുന്ന നടപടികളിൽ നിന്നും ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടികളെല്ലാം തന്നെ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. What was the hurry when the trial court itself gave 1 month's time for appeal? This reflects brutal vindictiveness of Modi. വിചാരണ കോടതി തന്നെ അപ്പീൽ നൽകുവാൻ 1 മാസത്തെ സമയം അനുവദിച്ചിട്ടും എന്തായിരുന്നു ഇത്രമാത്രം ധൃതി? രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുവാൻ ധൃതി കാണിക്കുന്നതിലൂടെ നമുക്ക് അനീതിയാണ് ദർശിക്കാൻ സാധിക്കുന്നത്. It is quite clear why such an action was taken against Rahul Gandhi ji. He asked a few simple questions in parliament. വളരെ നിസ്സാരമായ ചില ചോദ്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ചോദിച്ചതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ നടപടി സ്വീകരിച്ചത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. Which are those questions? I will read one by one. First, Modi ji, please tell on how many occasions has Adani traveled to foreign countries with you? ഈ നിസ്സാരമായ ചോദ്യങ്ങൾ ഞാൻ ആവർത്തിക്കാം. എത്ര തവണ ഗൗതം അദാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു? Second, how many occasions did Adani join the Modi ji latter? എത്ര തവണ നരേന്ദ്രമോദിയുടെ വിദേശയാത്രയിൽ ഗൗതം അദാനി പിന്നീട് വന്നു ചേർന്നു? How many times has Adani bagged a contract in a foreign country after Prime Minister's visit there? പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്രമാത്രം കരാറുകൾ ആ രാജ്യത്തു നിന്നും ഗൗതം അദാനിക്ക് ലഭിച്ചു? Who invested 20,000 crore in Adani Group through shell companies? അദാനി ഗ്രൂപ്പിന്റെ കടലാസ് കമ്പനികളിൽ 20,000 കോടി രൂപ നിക്ഷേപിച്ചതാരാണ്? Modi government is facilitating loans from public sector banks and financial institutions including SBI. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും SBI ഉൾപ്പെടുന്ന I will just because you will have some flow by telling. Modi government is facilitating loans from public sector banks and financial institutions including SBI, Punjab National Bank, Bank of Baroda, LIC, EPFO, etc. to fund expansion of the Adani Group. അദാനി ഗ്രൂപ്പിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളായ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, LIC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും
വലിയ തോതിൽ പണം, അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നുമുള്ള പണം പോലും അദാനി ഗ്രൂപ്പിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട്. Adani uses the same money to buy a public property. Money is ours. Property is also ours, public property. But it is being used to take over public sector units including airports, ports, gas, coal, mines, railways, etc. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട നമ്മുടെ പണം, ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അദാനി രാജ്യത്തിന്റെ പൊതുമേഖലയുടെ സ്വത്തുക്കൾ വാങ്ങിയത്. രാജ്യത്തിന്റെ എയർപോർട്ടുകൾ, രാജ്യത്തിന്റെ കപ്പൽശാലകൾ, ഇത്തരം സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്മുടെ സ്വത്തുക്കൾ ഗൗതം അദാനി വാങ്ങുകയുണ്ടായി. This also has another dangerous trend. It is the public sector units which provide assured employment to millions of people, including SC, ST and other backward classes. By selling all PUCs, the Modi government is taking away all assured jobs. ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് നൽകിയിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുന്നതിലൂടെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരമാണ് നരേന്ദ്രമോദി സർക്കാർ നിഷേധിക്കുന്നത്. Right of reservation of SC, ST and OBC and worsening the employment crisis in the country. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കും അവകാശമായിട്ടുള്ള സംവരണം ഇത്തരത്തിൽ നിഷേധിക്കപ്പെടുന്നു. As many as 30 lakh vacancies are currently to be filled in these. 15 lakhs would have gone to reserved categories. നമ്മുടെ രാജ്യത്ത് 30 ലക്ഷത്തോളം തൊഴിൽ അവസരങ്ങൾ രാജ്യത്ത് പൂർത്തീകരിക്കപ്പെടാതെയുണ്ട്. അതിൽ 15 ലക്ഷവും നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കാണ്, അവർക്ക് കിട്ടേണ്ടതാണ്. Forget creating new jobs. The government has not been able to fill the existing vacancies, nearly 30 lakhs. പുതുതായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പോകട്ടെ, നിലവിലിരിക്കുന്ന തൊഴിൽ പോലും പിന്നോക്ക വിഭാഗങ്ങൾക്കും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കും കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. I asked Modi, where are your 2 crores jobs per year? Now there should be nearly 18 crores jobs you should have given to the poor people of this country. ഞാൻ മോഡിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പറഞ്ഞു പ്രതിവർഷം 2 കോടി തൊഴിൽ നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ 9 വർഷം കൊണ്ട് 18 കോടി തൊഴിൽ നിങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു. എവിടെയാണ് ആ തൊഴിൽ? Where is your 15 lakhs of rupees to each family? ഓരോ കുടുംബത്തിനും നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ 15 ലക്ഷം രൂപ എവിടെ? People put their hard-earned money and life savings in the trusted hands of government funds like LIC, EPF, etc. However, the BJP government has not even spared the money of poor people, ordinary workers and laborers. ഈ രാജ്യത്തിലെ ഏറ്റവും സാധാരണക്കാരും തൊഴിലാളികളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും അവരുടെ ജീവിത സമ്പാദ്യവും നിക്ഷേപിക്കപ്പെട്ടിരുന്നത് LICയിലും EPFയിലുമാണ്. നരേന്ദ്രമോദി സർക്കാർ ഈ പണം പോലും കൊടുക്കുന്ന ഈ പണത്തെ പോലും വെറുതെ വിടുവാൻ തയ്യാറായില്ല. They are handing over every last penny to their friends on the platter. അവരുടെ ചെങ്ങാത്ത മുതലാളിമാർക്ക് ഇതിലെ ഓരോ പനിയും ഓരോ തുകയും കൊടുക്കുവാൻ അവർ തയ്യാറായിരിക്കുന്നു. In the UPA government, when I was the Union Minister of Labour, we never risked public money. It was during our tenure only that the EPF interest rate was at the record high of 9.5% interest we gave. UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ, ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, 1 രൂപ പോലും സാധാരണക്കാരന്റെ 1 രൂപ പോലും ഇത്തരമൊരു റിസ്കിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. അന്ന് EPFന്റെ പലിശ നിരക്ക് 9.5% ഞാൻ ഉയർത്തിയത്. No doubt the entire opposition has come together to save democracy, to safeguard the Constitution and fundamental rights enshrined in our Constitution, including freedom of speech and expression, in support of Sri Rahul Gandhi ji. ഒരു സംശയവുമില്ല,
ഈ രാജ്യത്തെ പ്രതിപക്ഷമെല്ലാം ഒരുമിച്ചിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളായ ആശയ പ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുവാൻ രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ രാജ്യത്തെ പ്രതിപക്ഷം ഒന്നടങ്കം അണിനിരന്നിരിക്കുന്നു. A nation that was built with the sweat and blood of lakhs of martyrs and freedom fighters is slowly witnessing onslaughts by dictatorial regime. ഈ രാജ്യം സൃഷ്ടിക്കപ്പെട്ട ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ കണ്ണുനീരും വിയർപ്പും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ മഹത്തായ രാജ്യത്തെ തകർക്കുന്ന ഏകാധിപത്യപരമായ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. All our independent institutions are being undermined and destroyed. നമ്മുടെ എല്ലാ സ്വതന്ത്ര സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നു, ഇടിച്ചു താഴ്ത്തപ്പെട്ടിരിക്കുന്നു. Despite the grave charges of corruption, fraud, diverting funds to offshore companies on Adani Group and its adverse impact on the Indian economy. Despite the grave charges of corruption, fraud, diverting funds to offshore companies on Adani Group and its adverse impact on the Indian economy, why is Modi ji hell-bent on defending his friend Mr. Adani? നമ്മുടെ രാജ്യത്തിന്റെ പണം ഇത്തരത്തിൽ മാറ്റിയിട്ടും ഏറ്റവും ഭീകരമായ അഴിമതി ആരോപണങ്ങൾ നിലനിന്നിട്ടും തന്റെ ചെങ്ങാത്ത മുതലാളിയായ ഗൗതം അദാനിയെ ന്യായീകരിക്കാൻ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് വരുന്നത്? People want to know why is their hard-earned money being looted by BJP government. നമുക്ക് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം എന്തുകൊണ്ടാണ് BJP സർക്കാർ കൊള്ളയടിക്കുന്നത് എന്നറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. For this reason, we are demanding a joint parliamentary probe. അതുകൊണ്ടാണ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ഈ വിഷയങ്ങളിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. In the Modi Adani matter, in our demand, is our demand unreasonable? Why is the government running away from the inquiry? ഈ നമ്മുടെ ആവശ്യങ്ങൾ ന്യായമല്ലേ? എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ നിന്നും നരേന്ദ്രമോദി സർക്കാർ ഒഴിഞ്ഞു മാറുന്നത്? When it is time to attack opposition leaders, media houses, NGOs, ED, CBI and income tax department are activated within hours. പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഇവരെ എതിർക്കുന്ന ശക്തികളെയും ആക്രമിക്കപ്പെടുമ്പോൾ മണിക്കൂറുകൾക്കകമാണ് ഇഡിയും ഇൻകം ടാക്സും CBIയും രംഗത്തിറങ്ങുന്നത്, കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് വരുന്നത്. However, when there are grave charges against your friend, all institutions including ED, CBI, SEBI, Finance Ministry, etc. are all found sleeping. എന്നാൽ തന്റെ സുഹൃത്തായ ഗൗതം അദാനിക്ക് നേരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഈ സ്ഥാപനങ്ങൾ ഇഡിയും ഇൻകം ടാക്സും സെബിയും എല്ലാം ഉറങ്ങുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Is there any doubt to the fact that Modi ji is trying to save his friend? എന്തെങ്കിലും സംശയമുണ്ടോ? മോദിജി അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? Why is the Modi government not constituting a joint parliament committee? എന്തുകൊണ്ടാണ് മോദി ഗവൺമെന്റ് ഒരു സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കാത്തത്? The BJP government has a clear majority in parliament. BJP സർക്കാരിന് പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. So clearly BJP will also have a majority members in the JPC. അതുകൊണ്ട് തന്നെ സംയുക്ത പാർലമെന്ററി സമിതിയിൽ BJP അംഗങ്ങൾക്കായിരിക്കും ഭൂരിപക്ഷം എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. Then what is it really that the BJP government fears? പിന്നെ എന്തിനെയാണ് BJP സർക്കാർ ഭയക്കുന്നത്? If the JPC is constituted, all relevant evidence and documents will come before the committee. Ministries, investigating agencies, company officials will all summoned before the committee, will get to know the real factual position, and the truth will come out
for all to see. ഇത്തരത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ ആ സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ രേഖകൾ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികൾ, ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി എല്ലാ കാര്യങ്ങളും രംഗത്ത് വരും. ഇത് ജനങ്ങൾ അറിയാനിടയാകും, ജനസമക്ഷത്ത് മുന്നോട്ട് വരുമെന്നുള്ളത് കൊണ്ടാണ് സംയുക്ത പാർലമെന്ററി സമിതിയെ BJP സർക്കാർ ഭയക്കുന്നത്. Modiji must come clean on this. Why he is shying away from the setting of the GPC? For the sake of saving his friend, Modiji is ready to sacrifice everything. Our parliament, democracy, Indian constitution, it does not matter. Can you believe the complete budget session of parliament is being washed out just to save one person, Adani? ഇത്തരമൊരു സംയുക്ത പാർലമെന്ററി സമിതി കുറ്റവിമുക്തനാക്കിയാൽ എല്ലാ ആരോപണങ്ങളിൽ നിന്നും ശ്രീ നരേന്ദ്രമോദി പുറത്തു വരും. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറല്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യം, ഇതിന്റെ പാർലമെന്ററി ഡെമോക്രസി തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം ബലികഴിക്കുവാൻ തയ്യാറാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? കഴിഞ്ഞ പാർലമെന്ററി സെഷൻ, ബജറ്റ് സെഷൻ മുഴുവൻ തന്നെ അദ്ദേഹം ഈ കാരണത്താൽ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി, ഇല്ലാതാക്കുകയുണ്ടായി, തടസ്സപ്പെടുത്തുകയുണ്ടായി. All BJP leaders, cabinet ministers, prime minister are working overtime to save Adani. എല്ലാ BJP നേതാക്കന്മാരും BJPയുടെ മന്ത്രിമാരും അദാനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അമിതമായ ഓവർ ടൈം എടുത്ത് പ്രവർത്തിക്കുകയാണ്. The government has unleashed all its might to silence opposition parties. എല്ലാ തരത്തിലുള്ള സ്രോതസ്സുകളെയും, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ നിശബ്ദരാക്കുവാൻ തങ്ങളുടെ എല്ലാ സ്രോതസ്സുകളെയും ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തുകയാണ്. In 1950, right after India's independence, Nehruji said, I don't want India to become a country where millions of people say yes to one person. 1950 സ്വാതന്ത്ര്യത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിക്കുകയുണ്ടായി, ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു മനുഷ്യന് മുമ്പിൽ ശരിയെന്ന് പറയുന്ന ഒരു രാഷ്ട്രം സൃഷ്ടിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിക്കുകയുണ്ടായി. I want a strong opposition. ഞാൻ ശക്തമായൊരു പ്രതിപക്ഷത്തെ ആഗ്രഹിക്കുന്നു. He further said, I will not abandon the democratic system in exchange for anything. ഒന്നിനു വേണ്ടിയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കൈമാറുവാൻ താൻ തയ്യാറല്ല എന്ന് നെഹ്റുജി അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. Indian National Congress led the fight for India's independence. It is once again that we will have to fight so that the democracy and democratic institutions and the constitutional principles remain intact in the country. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പോരാട്ടം നയിച്ച ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഭരണഘടനയും നിലനിർത്താനുള്ള അന്തിമ പോരാട്ടത്തിനായി തയ്യാറെടുക്കുന്നു. I found this forum appropriate to frankly express my views as Sri Rahul Gandhi ji has been a popularly elected member of Lok Sabha from the state of Kerala. ഈ സംസ്ഥാനത്ത് നിന്നാണ് വൻ ഭൂരിപക്ഷത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മണ്ണിൽ നിന്ന് തന്നെ ഈ പ്രഖ്യാപനം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now coming back to this auspicious occasion, I pay my tributes to Mahatma Gandhi ji, Narayan Guru, Periyar, P.R. Ambedkar, Pandit Jawaharlal Nehru, T.K. Madhavan, Sri K.P. Keshavan Menon, and K. Kalappan, and other visionary distinguished social reformers who played a pioneering role in Vaikom Satyagraha. ഈ അതുല്യമായ വേദിയിൽ You need not, because all names are there, they will understand. Okay. The Indian National Congress stands committed to constantly endeavoring for social equality, justice, upliftment of the oppressed classes, and progress of Mother India. സാമൂഹ്യ നീതിക്കും തുല്യതയ്ക്കും ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടി എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lastly, one quotation I am remembering from Ramsay MacDonald, who is an Irish patriot. Once he said, no man can be grateful at the cost of his honor. No man can be grateful at the cost of his honor. No woman can be grateful at the cost of her chastity.
and no nation can be grateful at the cost of its liberty. ഒരു വനിതയും ഒന്നിനു വേണ്ടിയും തന്റെ ചാരിത്രത്തെ പണയപ്പെടുത്താൻ തയ്യാറാവരുത്. ഒരു രാജ്യവും അതിന്റെ ആത്മാഭിമാനം ഒന്നിനു വേണ്ടിയും പണയപ്പെടുത്താൻ ആഗ്രഹിക്കരുത്. പ്രശസ്തനായ ഒരു ഐറിഷ് വിപ്ലവകാരിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Therefore, we have to protect our democracy. Whosoever may be, however great man may be, however good speaker he may be, you remember, he is emerging as a dictator. You have to stand up, fight against save the democracy, fight against the dictatorship. This is my request to you. This is the message of Vaikom Satyagraha, and I am gladly inaugurating this, and I hope you will continue this principle. Thank you one and all. Jai Hind. I will say thrice Jai Hind. You have to say Jai Hind. Jai Hind. What nobody is speaking from there. The way up to Vaikom temple goes from there. Jai Hind. Jai Hind. Jai Hind. Jai Hind. Thank you. Thank you. നന്ദി, നമസ്കാരം. അടുത്തതായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KPCCയുടെ ഉപകാരം നൽകുന്നതിന് വേണ്ടി ആദരണീയനായ മുതിർന്ന നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് ഇരിക്കണം. വിളിച്ചിട്ട് വന്നാൽ മതി. അടുത്തതായി DCC പ്രസിഡന്റ് DCCയുടെ ഉപകാരം സമർപ്പിക്കുന്നു. ബ്ലോക്ക് കമ്മിറ്റിയുടെ ഉപകാരം ശ്രീ അക്കരപ്പാടൻ ശശി ബ്ലോക്ക് പ്രസിഡന്റ് നൽകുന്നു. ബ്ലോക്ക് കമ്മിറ്റിയുടെ ഉപകാരം വേഗത്തിൽ കൊടുക്കണം. പുസ്തക പ്രകാശനം വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചുള്ള പുസ്തക പ്രകാശനം സുകുമാരൻ മൂലക്കാട് എഴുതിയത് പബ്ലിഷർ BS ബാലേന്ദ്രനോടൊപ്പം പുസ്തക പ്രകാശനം. അടുത്തതായി വൈക്കത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. വേഗത്തിൽ വേണം, വേഗത്തിൽ, സ്പീഡ്. പുസ്തക പ്രകാശനം പ്ലീസ്. അവർക്കൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം. കാണാൻ പറ്റുന്നില്ല. പുസ്തക പ്രകാശനം കഴിഞ്ഞെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹാരം വേഗത്തിൽ വേഗത്തിൽ. നന്ദിയുണ്ട്, നാട്ടക സുരേഷ് നന്ദിയുണ്ട്. ഒറ്റ വാക്ക് വിളിക്കുക. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനറും DCC പ്രസിഡന്റും ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സമ്മേളന നഗറിലേക്ക് എറണാകുളത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തു നിന്നുമാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകർ എത്തിയത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അഡ്വക്കേറ്റ് ബാബു പ്രസാദ്, പ്രിയപ്പെട്ട നാട്ടക സുരേഷോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട നാട്ടക സുരേഷിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഇന്ത്യൻ നവോത്ഥാന പോരാട്ടത്തിന് ശക്തിയും കരുത്തും പകർന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ ധന്യമായ മുഹൂർത്തത്തിൽ അതിന് നേതൃത്വം നൽകിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ്
ശ്രീ കെ സുധാകരൻ അവരുകളെ ഈ സമ്മേളനത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഏറ്റവും പ്രിയങ്കരനായ കോൺഗ്രസിനെ ധീരോദാത്തമായി നയിക്കുന്ന പ്രിയങ്കരനായ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെ ജിയെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശയും ആവേശവുമായ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ KC വേണുഗോപാൽ അവരുകളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ VD സതീശൻ അവർക്ക് ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ KPCC ഭാരവാഹികൾ, നമ്മുടെ MPമാർ, MLAമാർ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത, ഈ സമ്മേളനം വിജയിപ്പിച്ച 10,000-കണക്കിന് വരുന്ന പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങളോടെല്ലാവരോടും ഈ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലയിൽ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. നമ്മുടെ സമ്മേളനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനിയും നിരവധി പരിപാടികൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ KPCCയുടെ നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ നടത്തപ്പെടുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത സത്യാഗ്രഹികളുടെ ജന്മദേശത്ത്, ഇതിനുവേണ്ടി സമരത്തിൽ പങ്കെടുത്ത ഒട്ടനവധി രക്തസാക്ഷികളായിട്ടുള്ളവരുടെ അവരുടെ ദേശങ്ങളിൽ, അതേപോലെ ഒട്ടനവധി പരിപാടികൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളോടും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു. പ്രസിഡന്റിന് പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കണം. ദയവ് ചെയ്ത് പ്രവർത്തകർ തിക്കും തിരക്കും ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്തരുത്.